ആ സീനൊക്കെ നൈസാ. ഓ കുളിര് കയറും സിനിമ കണ്ടു കഴിഞ്ഞിട്ട്. ചില ഭാഗങ്ങളൊക്കെ ആണെങ്കിൽ ഭയങ്കര ഹൊറർ എലമെന്റ് വരുമ്പോഴത്തേനും ഹൊററിന്റെ എക്സ്ട്രീം പോയിന്റിലോട്ട് പോകും. ഓ സിനിമാറ്റിക് എക്സ്പീരിയൻസ് പറയുമ്പോൾ അതിന്റെ എക്സ്പീരിയൻസ്. ഹായ് ഹലോ ഓൾ ഈസി സിനി ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഭയങ്കര അണ്ടർ റേറ്റഡ് ആയിട്ട് പോയിട്ടുള്ള ഒരു മൂവികളിൽ ഒന്നാണ് ഈ തുമ്പാട് എന്ന് പറഞ്ഞത്. തുമ്പാട് എങ്ങനെയാണ് ആൾക്കാർ പറഞ്ഞത് അങ്ങനെ. അപ്പം അത് പിന്നെ ഞാൻ അതിനെപ്പറ്റി പടം കണ്ട് പിന്നെ ഒരാൾ സജസ്റ്റ് ചെയ്ത് ഞാൻ പടം കണ്ട്, എന്നിട്ട് പടം കണ്ടു കഴിഞ്ഞിട്ട് ഈ ഇത് എപ്പോഴാ തിയേറ്ററിൽ ഇറങ്ങിയത്, ഇത് എപ്പോഴാ വന്നത് എന്നൊക്കെ നോക്കിയപ്പോൾ കുറെ വർഷങ്ങൾക്ക് മുന്നാണ് ഈ പടം വന്നിട്ടുള്ളത്. അപ്പം എന്തുകൊണ്ട് ഈ പടം വിജയിക്കാതെ പോയെന്നൊക്കെ പറയുമ്പോഴത്തേനും എനിക്ക് തോന്നുന്നു പ്രൊമോഷൻ ടൈപ്പുള്ള സാധനങ്ങളൊക്കെ കൊണ്ടായിരിക്കും ഈ പടം വിജയിക്കാതെ പോയത്. പിന്നെ അല്ലെങ്കിൽ ആൾക്കാർക്ക് ആ കോൺസെപ്റ്റ് മനസ്സിലാവാതെ പോയതുകൊണ്ടാണ് ഈ പടം വിജയിക്കാതെ പോയത്. എനിക്ക് മനസ്സിലായില്ല. പിന്നെ ഞാനിങ്ങനെ ഇതിങ്ങനെ നോക്കി വന്നപ്പോഴത്തേനും ഇത് വളരെ ചുരുങ്ങിയ ബജറ്റിൽ എടുത്ത ഒരു പടമാണ്. ഇതിന്റെ പടം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര രീതിയിൽ ബജറ്റ് ചെയ്ത് ഭയങ്കര വർക്ക് ചെയ്ത് ഒത്തിരി കഷ്ടപ്പെട്ട് ഒത്തിരി സമയം എടുത്ത് ചെയ്ത പടമായിട്ടൊക്കെ നമുക്ക് തോന്നും. പക്ഷെ അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. എന്ന് വെച്ചാൽ ബജറ്റ് വെച്ച് നോക്കുമ്പം ചെറിയൊരു ബജറ്റ് ചെയ്ത ചില ഇപ്പോഴത്തെ വലിയ ബജറ്റ് പടങ്ങളിൽ വെച്ച് നോക്കുമ്പോഴത്തേനും എനിക്കൊന്ന് കുറച്ചുകൂടെ ബജറ്റ് ഉണ്ടെങ്കിൽ ഇനി നന്നായി പോയതിനെ തോന്നുന്ന പടം, ചില ഇതിൽ കൂടുതൽ നന്നാവാനില്ല എന്ന് തോന്നുന്ന ഒരു പടം, ഇത്ര നല്ലൊരു പടം എന്തുകൊണ്ട് മിസ്സായി എന്ന് തോന്നുന്ന ഒരു പടം, അതാണ് തുമ്പാട് എന്ന് പറഞ്ഞ പടം. ഭയങ്കര സന്തോഷം എന്താണെന്ന് ചോദിച്ചാൽ പടം റീ റിലീസിന് വരുന്നുണ്ട്. ഇങ്ങനെ മിസ്സായി പോയ പടങ്ങൾ റിലീസ് വരുമ്പോഴത്തേനും ഞാൻ പോയി കാണും. എന്താണെങ്കിലും പോയി കാണും, എവിടെയാണെങ്കിലും പോയി കാണും, എങ്ങനെയാണെങ്കിലും കാണണം. അത് അതിൻ്റെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് മിസ് ചെയ്യാൻ പറ്റത്തില്ലാത്തൊരു സാധനമാണ്. ഇത്രയും നല്ലൊരു പടം തിയേറ്ററിൽ പോയി കണ്ടില്ലെങ്കിൽ പിന്നെ എന്ത് എന്ത് ഒരു സിനിമാ പ്രേമിയാണ് നമ്മളെന്ന് എനിക്ക് തോന്നിപ്പോകുന്ന തരത്തിലുള്ള പടമാണ് തുമ്പാട്. അപ്പോൾ ഇതിന്റെ ഒഫീഷ്യൽ റീ റിലീസ് ട്രെയിലർ വന്നിട്ടുണ്ട്. ഒന്ന് കണ്ടു നോക്കട്ടെ. അന്നോ ഇതിന്റെ ട്രെയിലർ ഒന്നും കാണാതെയൊക്കെയാണ് പടം കണ്ടത്. അപ്പൊ ഇന്ന് ഇതിന്റെ ട്രെയിലറൊക്കെ വന്നപ്പോഴത്തേനും നമ്മൾ കണ്ടില്ലെങ്കിൽ മോശമല്ലേ കൂട്ടുകാരാ എന്ന് എനിക്ക് എന്നോട് തന്നെ തോന്നിപ്പോകുന്നു. അന്ന് അമ്പരപ്പിച്ചൊരു പടമാണ് തുമ്പട് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ വെറുതെ കൊളാക്കുന്നില്ല. കണ്ടോർക്ക് അറിയാം ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഇങ്ങനെയുള്ള പടങ്ങൾ റിലീസിന് വരണം. റീ റിലീസിന് വന്നാലേ നമുക്കൊക്കെ ഒന്ന് കാണാൻ പറ്റുള്ളൂ. കാണാം. समय का पहिया गोल है, जो बीत गया है हमेशा लौट कर आएगा. सच्चाई, अच्छाई, ഞാൻ बुराई കേട്ടിട്ടുണ്ടല്ലോ ഈ മഴയൊക്കെ और ചെയ്യുന്നത് लालच ശരിക്കും റിയൽ മഴയിലാണ് ഇത് बस यही ചെയ്തിട്ടുള്ളതെന്നൊക്കെയാണ് कहानियां ഞാൻ हर युग കേട്ടിട്ടുള്ളത് में കേട്ടോ. बार അവിടെ बार सुनाई जाती കാലാവസ്ഥയ്ക്ക് हैं. അനുസരിച്ചാണ് ഓരോ സ്ഥലവും ഷൂട്ട് ചെയ്തത്. ऐसी ഇങ്ങനെയുള്ള ही സംഭവങ്ങളൊക്കെയാണ് हमारी ഞാൻ भी एक കേട്ടിട്ടുള്ളത് कहानी കേട്ടിട്ടുള്ളത്. है जिसे दोहराने का समय फिर आ गया है. ആ മോനെ ഹസ്തർ. ആ സീനൊക്കെ നൈസാ. हमारी कौन सी कहानी बाबा? अंदर जाएगा तो പഴങ്കഥ. सब याद आ जाएगा. अंदर कहाँ बाबा? देवी की कोख में. ആ സംഭവം जो तब नहीं हुआ. ദൈവത്തിന്റെ വയർ എന്നുവെച്ചാല് വൂംപ് ഓഫ് ഗോഡ് എന്നാണ്. ഇതില് സ്വർണം കാത്തു സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് കാവലാളായിട്ട് നിൽക്കുന്നത് ഹസ്തർ എന്ന് പറയുന്ന ഒരു ജീവി, എന്തോ ആട്ടെ. അപ്പം അതൊരു പഴങ്കഥ പോലൊരു സെറ്റപ്പാണ്. അപ്പം പുള്ളി അത് റിലീവ് ചെയ്യാൻ നോക്കി, പുള്ളി അത് തപ്പിപ്പോയിട്ട് പുള്ളിക്ക് അവിടുന്ന് ധനം കിട്ടുന്നതാണ് പടത്തിന്റെ ഒരു തോട്ട്. അത് കുറച്ച് ഭയങ്കര പഴങ്കഥ പോലെ അങ്ങ് എടുത്തു വെച്ചേക്കും. അത് കുളിര് കയറും സിനിമ കണ്ടു കഴിഞ്ഞിട്ട്. ചില ഭാഗങ്ങളൊക്കെ ആണെങ്കിൽ ഭയങ്കര ഹൊറർ എലമെന്റ് വരുമ്പോഴത്തേനും ഹൊററിന്റെ എക്സ്ട്രീം പോയിന്റിലോട്ട് പോകും. ഓ സിനിമാറ്റിക് എക്സ്പീരിയൻസ് പറയുമ്പോൾ അതിന്റെ എക്സ്പീരിയൻസ് അത് ഭയങ്കരമാണ്. പിന്നെ ഓരോ ക്ലൈമറ്റ് ചേഞ്ച്, ഓരോ വെതറൊക്കെ കാണിക്കുമ്പോഴത്തേനും അത് ആ ഒരു വെതർ ശരിക്കും റിയലി എപ്പോഴാണോ വരുന്നത് ആ ഒരു സമയത്താണ് ഇത് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ക്രിയേറ്റ് ചെയ്തപ്പെട്ടതല്ല എന്നാണ് ഞാൻ അറിയാൻ സാധിച്ചത്. മഴ ഉള്ള സീസണൊക്കെ വരുമ്പോഴത്തേനും റിയൽ മഴയിലാണ് പടം ഷൂട്ട് ചെയ്തിട്ടുള്ളത് എന്നൊക്കെയാണ് ഞാൻ ഇതിന്റെ നമ്മളിങ്ങനെ നല്ലൊരു പടം കാണുമ്പോഴത്തേനും അതിന്റെ എങ്ങനെയാണ് അത് ക്രിയേറ്റ് ആയത് എന്നുള്ള സംഭവങ്ങളൊക്കെ തിരഞ്ഞറിഞ്ഞ് പോകുമല്ലോ. അപ്പൊ അങ്ങനെ അറിയാൻ പറ്റിയ കുറച്ച് സംഭവങ്ങളൊക്കെയാണ് ഇത്. അപ്പം അതൊക്കെയാണ് ഈ പടത്തിലോട്ട് കൂടുതലായിട്ട് അട്രാക്ട് ചെയ്യുന്ന സംഭവം. എന്തായാലും തിയേറ്ററിൽ എവിടെ ഇറങ്ങിയാലും കാണും. ഡേറ്റ് ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നല്ലേ. ഡേറ്റ് ഞാൻ ശ്രദ്ധിക്കാതെ പോയതാണോ എന്ന് അറിയത്തില്ല. ഡേറ്റ്
ഡേറ്റ് സെപ്റ്റംബർ 13-നുണ്ടല്ലേ? ഇതിവിടെ സെപ്റ്റംബർ 13-ന് പടം റീ റിലീസ് വരുന്നുണ്ട്. 13-ാം തീയതി 10, 11, 11, 12, 13 എല്ലാ ദിവസവും തിരക്ക് പിടിച്ച ദിവസാ. 14-ാം തീയതി എല്ലാ പടവും കൂടെ കാണണമെങ്കിൽ ലോൺ എടുക്കേണ്ടി വരും. എൻ്റെ ദൈവമേ! ബാക്കിയുള്ളവൻ്റെ കയ്യിൽ കാശും ഇല്ല. പടങ്ങളെല്ലാം കുണുകുണാ വരികയും ചെയ്യും. ഓണം വരുന്നു. എന്തായാലും 13-ാം തീയതി അല്ലെങ്കിൽ 14-ാം തീയതി പടം കണ്ടിരിക്കും ഞാൻ. മുമ്പാട് കണ്ടിട്ട് അതിന്റെ എക്സ്പീരിയൻസ് വന്നിട്ട് ഞാൻ ഇവിടെ ഉൾക്കൊള്ളുകയായിട്ടൊന്നും പറയും. എന്തായാലും മോശം എക്സ്പീരിയൻസ് ആവില്ല. നമ്മൾ കണ്ട പടമാണല്ലോ. ദേവദൂതനെ കണ്ട അതേ ഒരു എക്സ്പീരിയൻസ് ഇതിലും കിട്ടും. രണ്ടും രണ്ട് ലെവലിൽ നിൽക്കുന്ന പടങ്ങളാണ്. വരട്ടെ. ബൈ.